ഹലോ, ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു ബീഫ് വെച്ചിട്ടുള്ള ഈവനിങ് സ്നാക്ക് കണ്ടാലോ. അതിനായിട്ട് ഇതാ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും അല്പം ഉപ്പും പിന്നെ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് അത് മാറ്റി വെക്കാം. ഇനി ഇതാ മറ്റൊരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ഈസ്റ്റൊക്കെ ചേർത്ത വെള്ളം അതിലേക്ക് അല്പാൽപമായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഈസ്റ്റൊക്കെ ഉള്ള വെള്ളം മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട്. ഇനി ഇതാ കൈവച്ച് കുഴച്ചെടുക്കാം. ഇനി അതിലേക്ക് അല്പം കൂടെ ചൂടുവെള്ളമാണ്, ഇളം ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം മാവ്. അങ്ങനെ ഇതാ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് അല്പം ഓയിലൊന്ന് തടവി കൊടുക്കാം. അങ്ങനെ ഇതാ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഒരു 3/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഇതാ 3/4 മണിക്കൂറിന് ശേഷം മാവൊക്കെ പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട്. ഇനി ഇതാ ഒരു കത്തി വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓരോ ഭാഗങ്ങളായിട്ട്. എന്നിട്ട് ഒന്ന് ഉള്ളിലോട്ട് ഇതുപോലെ മടക്കി ബൗളാക്കി എടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഫുള്ളും അതുപോലെ തന്നെ ബൗളാക്കി എടുക്കാം. അങ്ങനെ ഫുള്ളും ബൗളാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചെറുതായിട്ട് അരിഞ്ഞ ഒരു സബോളയും 1 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി പച്ചമുളക് 2 എണ്ണം വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അല്പം ചിക്കൻ മസാല, ഗരം മസാല ഇവ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി വേവിച്ച് ക്രഷ് ചെയ്തെടുത്ത ബീഫ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് അല്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത ഫില്ലിങ്സ് റെഡിയായ ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ബൗള് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക കൈവച്ച് തന്നെ. ഇനി അതിലേക്ക് ഫില്ലിങ്സ് റെഡിയാക്കി വെച്ച ബീഫിൻ്റെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് റൗണ്ട് ആകൃതിയിൽ ആക്കിയെടുക്കുക. ഇതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ മുഴുവനും ഇതുപോലെ തന്നെ കൈവച്ച് പരത്തി ഫില്ലിങ്സ് വെച്ച് റൗണ്ട് ആകൃതിയിൽ ചെയ്തെടുക്കുക. മാവ് നല്ല സോഫ്റ്റാണ്, പൊളിച്ചുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ മുഴുവനും ഇതുപോലെ തന്നെ ഫില്ലിങ്സ് ഒക്കെ വെച്ച് റൗണ്ട് ആകൃതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഞാൻ കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു കുക്കറിലേക്ക് അതിൻ്റെ വിസിലെടുത്തതിന് ശേഷം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ കുക്കറിൽ വെച്ചത് ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ വെച്ചതും റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ബീഫ് വെച്ചിട്ടുള്ള അടിപൊളി 4 മണി പലഹാരം തയ്യാറായിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. ഒന്നുകൂടെ കുക്കറിൽ വെച്ച് വേവിച്ചതാണ് ഒന്നുകൂടെ ടേസ്റ്റ് കഴിക്കാനായിട്ട്.
കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.